ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ பார்த்து നമ്മൾ നോക്കാൻ പോകുന്നത് iPhone 12 Pro Maxൻ്റെ റിവ്യൂ ആണ്. സോ ആക്ച്വലി 2025 നിങ്ങൾ ഈ ഒരു ഡിവൈസ് നോക്കാൻ പോകുന്നവരാണെങ്കിലും കറൻ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം യൂസ്ഡ് മാർക്കറ്റിൽ വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് നല്ല കൺഫ്യൂഷൻസ് ഉണ്ടാവും ഏത് ഡിവൈസ് എടുക്കണം. അവർ പ്രിഫേർഡ് ചെയ്ത ഡിവൈസിനെ വെച്ച് തന്നെ ഒരുപാട് ഡീറ്റെയിൽ അനാലിസിസ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഡിവൈസിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു ഡിവൈസ് എടുക്കാൻ ശ്രമിക്കുക. അത് ഐഫോണിൻ്റെ കേസിലല്ല, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഗൈസ്, ഇവിടെ നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നത് ഒരു കമ്പാരിസൺ റിവ്യൂ ആണ്. ഈ ഒരു ഡിവൈസിൻ്റെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പ്രൈസ്, ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസുമായിട്ടും ഇതിന് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഡിവൈസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഈ ഒരു ഡിവൈസിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ റിവീലായതാണ്, ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ടൈം റേഞ്ചൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാനും കാര്യങ്ങൾ വേഗം ക്യാച്ച് ചെയ്യാനും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഡിവൈസിനെ 5 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ 5 കാറ്റഗറൈസ് രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ നല്ല സപ്പോർട്ട് എനിക്ക് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനൊരു ബിഗ് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഐഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാരന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഡിവൈസിനെ 5 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസൈന്, ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. രണ്ടാമതായിട്ട് ഡിവൈസിൻ്റെ ഡിസ്പ്ലേ, പിന്നെ ക്യാമറ, ബാറ്ററി ലൈഫ് ആൻഡ് ഫൈനലി ചിപ്സെറ്റ്. ഈ ഒരു 5 രീതിയിലാണ് ഈ ഒരു ഡിവൈസിനെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. മെയിൻലി ഈ ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ ഏതൊരു ഡിവൈസ് എടുക്കുമ്പോഴും മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഒന്നാമത്, ഈ ഒരു ഡിവൈസ് യൂസ്ഡ് ഡിവൈസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ ഡിവൈസിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ, ആപ്പിൾ ഡിവൈസുകൾ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ ഒരിക്കലും മോശമായി ഇതുവരെ വന്നിട്ടില്ല. iPhone 6s 7 ഇതിനൊക്കെ ശേഷം മുതൽ നല്ല ബിൽഡ് ക്വാളിറ്റി ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 to 35K ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഡിവൈസിൽ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും അതിന് വേർത്തായിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴും ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. നല്ല ബിൽഡ് തന്നെയാണ്. ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ സെറാമിക് കോട്ടിങ്ങിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴും iPhone 12 Pro Maxൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഗൈസ്, നമ്മൾ ഡിവൈസിൻ്റെ ഡിസൈനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പോട് കൂടി വരുന്ന ഒരു ബോക്സ് ഡിസൈൻ തന്നെയാണ്. ഇപ്പോഴും വല്ലാണ്ട് ഔട്ട്ഡേറ്റഡ് അല്ലാത്ത ഒരു ഡിസൈൻ തന്നെയാണ് 12 Pro Maxൻ്റെ. പിന്നെ ഈ ഒരു ക്യാമറ ബമ്പ് എന്ന് പറയുന്നത് ഇതിന് ശേഷം വന്ന ഡിവൈസുകൾക്കൊക്കെ നല്ലൊരു ഹ്യൂജ് വലുപ്പം, കുറച്ചൊക്കെ ഒരു പ്രോ എന്ന് പറയുന്നത് ഡിവൈസിൽ എടുത്ത് നിൽക്കുന്ന ക്യാമറ ബമ്പാണ്. പക്ഷേ ഈ ഒരു ഡിവൈസിൽ എന്ന് പറയുന്നത് നമ്മുടെ 11 Pro ആ ഒരു സീരീസ്, ഈ ഒരു 11 Pro 12 Pro ഈ 2 ഡിവൈസിലാണ് ഈ ഒരു ക്യാമറ മൊഡ്യൂൾ വന്നിട്ടുള്ളത്. സോ ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസൈനും ഒട്ടും ഔട്ട്ഡേറ്റഡ് അല്ലാത്ത ഒരു ഡിസൈൻ തന്നെയാണ്. പിന്നെ കേസ്, നമ്മുടെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, സൂപ്പർ റെറ്റിന XDR OLED HDR10 ഡോൾബി വിഷൻ 800 nits HBM 1200 nits പീക്ക് ബ്രൈറ്റ്നസ്സും പോകുന്ന നല്ലൊരു കിഡിലൻ OLED പാനലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കളർ ആക്യുറേറ്റും, ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ കണ്ടന്റ് എൻജോയ് ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് iPhone 12 Pro Maxൽ ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. അത് iPhone 11 Pro Max നോക്കാന്നുണ്ടെങ്കിലും വലിയൊരു വ്യത്യാസമല്ല. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന പ്രൈസ് റേഞ്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പ്രൈസ് റേഞ്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെറുത്തല്ല എന്ന് തോന്നാത്ത യാതൊരുവിധ ഒരു കാര്യവും വരില്ല. കാരണം നല്ല രീതിയിലുള്ള കളർ ആക്യുറേറ്റും നിങ്ങൾക്ക് ഗെയിം കളിക്കുന്ന സമയത്തും കോണ്ടന്റ് ചെയ്യുന്ന സമയത്തൊക്കെ അത്യാവശ്യം ഒരു ബിഗർ ഡിസ്പ്ലേ ആണ്. എല്ലാ കാര്യങ്ങളും കൊണ്ടും ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് വെർത്തിട്ടാണ്. പിന്നെ കേസ്, നമ്മൾ മൂന്നാമതായിട്ട് ഡിവൈസിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ, ഐഫോണിൽ എടുത്തു നിൽക്കുന്ന ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ആണ് അതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത്. അത് ഐഫോൺ ഒട്ടുമിക്കല എല്ലാ മോഡൽസിലും അത് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഡിവൈസ് ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷത്തോളം പഴക്കം ആവാറായിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും നല്ലൊരു ക്വാളിറ്റി ഈ ഒരു ഡിവൈസിൽ എടുക്കുന്ന
ഫോട്ടോസിനും വീഡിയോസിനും ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡിവൈസിൻ്റെ ജെന്യൂനിറ്റി എത്രത്തോളം ഉണ്ടായിരിക്കും അതിനനുസരിച്ചാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കുള്ളൂ, അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. കാരണം അയച്ച് റിപ്പയർ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെട്ട് ചിലപ്പോൾ തേർഡ് പാർട്ടി ഹാർഡ്വെയറോ അങ്ങനെയൊക്കെയാണ് എങ്കിൽ, ചിലപ്പോൾ ഡാമേജ്ഡ് ഹാർഡ്വെയറോ അങ്ങനെയൊക്കെയാണ് ആ ഡിവൈസ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവുകയില്ല. കാരണം ഡിസ്പ്ലേ പോയാലും ക്യാമറ പോയാലൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ എടുക്കുന്ന ഡിവൈസ് പ്രോപ്പറായി ചെക്ക് ചെയ്ത് അത് റിപ്പയർ അല്ല, ഈവൻ ബാറ്ററി മാറ്റിയതാണെങ്കിൽ ഓക്കെ, അതല്ലാത്ത വല്ല റിപ്പയറും ചെയ്തതാണെങ്കിൽ നിങ്ങൾ ആ ഡിവൈസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മൾ ക്യാമറയിലോട്ട് വരുന്ന സമയത്ത് റിയറിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും ഇപ്പോഴും നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ക്യാമറ തന്നെയാണ് ഈ ഒരു 12 Pro Maxൽ കൊടുത്തിട്ടുള്ളത്. 3 ക്യാമറ, അത് അൾട്രാവൈഡ്, വൈഡ് ആംഗിൾ, പിന്നെ ടെലിഫോട്ടോ. അതിന് കൂടെ തന്നെ 12 Pro സീരീസിലാണ് ആപ്പിൾ ആദ്യമായിട്ട് ലൈഡർ സെൻസർ കൊടുത്തിട്ടുള്ളത്. സെൻസർ ഷിഫ്റ്റ് പോലത്തെ കാര്യങ്ങൾ, HDR വീഡിയോസ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയ ഒരു ക്യാമറ ആപ്പിൾ ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഡിവൈസിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും ഈ ഒരു ക്യാമറയുടെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നോക്കിയാൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ചായിട്ടും മറ്റ് ഡിവൈസുകളായിട്ടും ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വെർത്ത് ആയിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ് iPhone 12 Pro Maxൻ്റെ. പിന്നെ ഗൈസ്, ഈ ഒരു ഡിവൈസിൻ്റെ സ്പീക്കർ ക്വാളിറ്റിയെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം iPhone 11 Pro മുതൽ തന്നെ നല്ല ക്വാളിറ്റി ആപ്പിൾ കൊടുത്തിട്ടുള്ള ഡിവൈസുകളാണ് പിന്നെ വന്നിട്ടുള്ളത്. 7 മുതൽ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് നമുക്ക് ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്പീക്കർ ക്വാളിറ്റി ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ 4ാമതായിട്ട് ഡിവൈസിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ 3687 mAh ബാറ്ററിയാണ് ആപ്പിൾ കൊടുത്തുള്ളത്. ഒരു പ്രോ മാക്സ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബിഗർ ഡിസ്പ്ലേ, ബിഗർ ബാറ്ററി, ഈ രണ്ട് കാര്യത്തിനും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ iPhone 12 Pro സീരീസിൽ പേഴ്സണലി ഞാൻ ഫീൽ ചെയ്ത കാര്യം, അതിൽ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ കുറവെന്നല്ല, കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിവൈസിൻ്റെ ബാറ്ററി കണ്ടീഷനും ബാറ്ററി ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഡിവൈസ് മാക്സിമം 85 to 90 ബാറ്ററി ഹെൽത്തുള്ള ഡിവൈസിൽ എടുക്കാൻ ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവസവും 2 തവണ ചാർജ് ചെയ്യേണ്ടി വരും. iPhone 12 Pro Maxൻ്റെ കേസ് നോക്കുന്ന സമയത്ത് പ്രോ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ഷുവർ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ലഭിക്കും. പക്ഷേ നിങ്ങൾ എടുക്കുന്ന ഡിവൈസിൻ്റെ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾ ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു ഡിവൈസ് എടുക്കാൻ ശ്രമിക്കുക. പ്ലസ് ആ ഡിവൈസിൻ്റെ ബാറ്ററി ചേഞ്ചറാണോ, എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, അൺനോൺ പാർട്ടാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നോക്കി ആ ഒരു ഡിവൈസ് അത്രത്തോളം ജെന്യൂനിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ ആ ഒരു ഡിവൈസ് എടുക്കാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ഈ ഡിവൈസിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് സ്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെവി യൂസാണ്, ബാറ്ററി ബാക്കപ്പ്, ബാറ്ററി ഹെൽത്ത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഡിവൈസ് 2 തവണ ചാർജ് ചെയ്യേണ്ടി വരും. അതല്ല ഒരു 85 to 90 ബാറ്ററി ഹെൽത്ത് ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം നോർമൽ യൂസാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബ്രൗസിങ്ങും ചെറിയൊരു ഗെയിം കളിക്കലും അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ഈ ഒരു ഡിവൈസിൽ ബാറ്ററി നിൽക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഡിവൈസിൻ്റെ ചിപ്സെറ്റിലോട്ട് പോകുന്ന സമയത്ത് A14 Bionic ആണ്. ആദ്യമായിട്ട് 5nm ഇൻട്രൊഡ്യൂസ് ചെയ്ത ചിപ്സെറ്റും iPhone 12 സീരീസിലാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. ഞാൻ ഓൾറെഡി 12 Proൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെയാണ്. ഈ ഒരു ഡിവൈസിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് നല്ല പെർഫോം ചെയ്യുന്ന ചിപ്സെറ്റാണ്. ഇനിയും നിങ്ങൾക്കൊരു 2-3 വർഷം വരെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുന്ന ഒരു ചിപ്സെറ്റ് കൂടെ തന്നെയാണ്. പ്ലസ് നമുക്ക് 5G, അതേപോലെ തന്നെ 6GB RAM, 128GB ആണ് സ്റ്റാർട്ടിങ് സ്റ്റോറേജ് വരുന്നത്. സോ നിങ്ങൾക്ക് എന്തുകൊണ്ട് നോക്കാമെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിവൈസിൻ്റെ ചിപ്സെറ്റ് പെർഫോം, ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കാമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 30 to 35K വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വെർത്ത് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾക്ക് ഡിവൈസിൽ ലഭിക്കാൻ പോകുന്നത്. വലിയ ലാഗോ കാര്യങ്ങളൊന്നും ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ്. ഈവൻ iPhone 11 Pro വെച്ച് നോക്കാമെന്നുണ്ടെങ്കിലും ആ ഒരു ഡിവൈസ് തന്നെ ഇപ്പോഴും നല്ല രീതിയിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെർഫോമൻസിൻ്റെ കാര്യം ആലോചിച്ചൊന്നും കൺസേൺ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിന് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയ ഒരു ഡിവൈസ് തന്നെയാണ് iPhone 12 Pro Max. പിന്നെ ഗൈസ്, നമ്മൾ ഓവറോളായി പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 60 Hz ആണ് ഡിസ്പ്ലേ വരുന്നത്. അതേപോലെ തന്നെ സിനിമാറ്റിക് അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ല. അത് iPhone 13 മുതലാണ് ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് iPhone
പ്രോ മാക്സ് സീരീസിൽ ലഭിക്കുന്ന അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലഭിക്കുന്ന ഒരു മോഡലാണ് ഐഫോൺ 12 പ്രോ മാക്സ്. പേഴ്സണലി ഞാൻ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഐഫോൺ 13 പ്രോ ആയിരിക്കും. കാരണം ഈ ഒരു രണ്ട് ഡിവൈസുകളും വലിയ പ്രൈസ് റേഞ്ചിന്റെ ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ 2025 ഈ ഒരു മാർച്ച് സമയത്ത് വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു 45K പ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഡീല് ലഭിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു 13 പ്രോ ലഭിക്കും. സോ നിങ്ങൾക്ക് അത് വെറുത്തായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾ പുറത്തുനിന്നാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ദുബായിൽ നിന്നൊക്കെ, എസ്പെഷ്യലി ദുബായിൽ നിന്നൊക്കെ അതിലും കുറവായിട്ട് തന്നെ നല്ല കിടിലൻ ഡിവൈസുകൾ ലഭിക്കും. സോ പേഴ്സണലി ഞാൻ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഐഫോൺ 13 പ്രോ ആയിരിക്കും. ഒരിക്കലും നിങ്ങൾ 13 പോകരുത്. 13 12 പ്രോ മാക്സും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 12 പ്രോ മാക്സ് ആണ് ബെറ്റർ. പക്ഷേ 13 പ്രോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫാർ ബെറ്റർ ആയിരിക്കും. അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഡിവൈസിൻ്റെ ഡിസൈന് എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു പ്രൈസ് റേഞ്ചിൻ്റെ വ്യത്യാസമുള്ള വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ 13 പ്രോ ആയിരിക്കും. പക്ഷേ സ്റ്റിൽ ഈ ഒരു ഡിവൈസിലെ ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഡിവൈസ് ഒട്ടും മോശമല്ല. നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റാണ് നിങ്ങളുടെ കയ്യിൽ എടുക്കാനുള്ളത്, നിങ്ങൾക്ക് ഒരു ഡിവൈസാണ് നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് ഓഫ് കോഴ്സ് നോക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, വെറുതായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഞാൻ അനദർ ഓപ്ഷനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് 13 പ്രോ ആണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഒരുപാട് ടെക്നിക്കൽ ടേംസ് വെച്ച് കൺഫ്യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ സൈഡിലായിട്ട് കൊടുക്കുന്നതായിരിക്കും ഓരോ പോയിന്റ്സ് പറയുന്ന സമയത്തും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തതെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് നല്ല രീതിയിലൊരു ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ല. കാരണം നല്ല രീതിയിൽ കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്ത് ഡിവൈസ് എടുക്കാമെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി നിങ്ങൾ യൂസ്ഡ് ഡിവൈസിലോട്ട് പോവുക. സോ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.